വിജയുടെ തുടക്കം ശരിക്കു പറഞ്ഞാൽ ബി ജെ പി ഉഴുതുമറിച്ച മണ്ണ്, അണ്ണാമലൈ വിതച്ച വിത്ത്, കൊയ്തത് വിജയ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം, പക്ഷേ സത്യം അതാണ്. 168 ദിവസം തമിഴ്നാട് മുഴുവൻ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറഞ്ഞ് അണ്ണാമലൈ നടത്തിയ ജാഥ, പദയാത്ര, യു ക്യാൻ ഫോളോ മീ, എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങൾ 168 ദിവസമാണ്. 2023 ജൂലൈയിലാണ് തുടങ്ങി നിന്നു 24 ഫെബ്രുവരി വരെ 168 ദിവസം, ഏതാണ്ടൊരു പകുതി വർഷം, 6 മാസത്തിനടുപ്പിച്ച് നടത്തിയ ആ ഒരു പ്രകടനം ഭയങ്കരമായ പ്രകമ്പനം കൊള്ളിച്ചു. എൻ മണ്ണ് എൻ മക്കൾ, മൈ ലാൻഡ് മൈ പീപ്പിൾ, നരേന്ദ്രമോദിക്ക് വരെ ആവേശം കൊടുത്ത ഒരു മുദ്രാവാക്യമാണ്. ഇതെല്ലായിടത്തും ഇതാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു തുടക്കം താങ്കൾ ഇന്ന് അവസാനിപ്പിച്ചത് എവിടെയെന്നറിയാമോ? താങ്കൾ ഇന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സ്ത്രീകളുടെ സെക്യൂരിറ്റിക്കായിട്ട് ഒപ്പിട്ടു. ഇതാരാ കൊണ്ടുവന്നേ? അണ്ണാമലയാണ് പറഞ്ഞേ. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു സ്റ്റാലിൻ്റെ പീരീഡിൽ. 2010 മറ്റാണ് ഫോക്സോ കേസുകൾ, 3000-ഓളം റേപ്പുകൾ ഒക്കെ നടന്നുവെന്ന് അണ്ണാമലയാണ് തമിഴ്നാട് മുഴുവൻ നടന്ന് പറഞ്ഞത്. കറക്റ്റ്. ആ സ്ത്രീകളുടെ സപ്പോർട്ടിന് ആദ്യത്തെ സൈനിങ് ഇത് ഡിറ്റോ കോപ്പി ഓഫ് അണ്ണാമലയാണ്. പക്ഷേ അണ്ണാമലയെ എന്തുകൊണ്ടോ BJP നേതൃത്വം തിരിച്ചറിഞ്ഞില്ല. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ജെൻസികളാണ് വിജയെ വിജയിപ്പിച്ചത്. പക്ഷേ ഈ ജെൻസികൾ മുഴുവൻ കൂടിയത് അണ്ണാമലയ്ക്കൊപ്പമാണ്. അതെ, നിങ്ങൾ അണ്ണാമലയുടെ ഏത് യോഗം നോക്കിയോ, ഏത് ജാഥ നോക്കിയോ, അവിടെ ജെൻസികളാണ് നിറഞ്ഞു നിന്നത്. അണ്ണാമലയുടെ ആ എൻ മക്കൾ എൻ മണ്ണ് യാത്ര ശരിക്കും സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു. 3% നിന്ന് 12% 2024 തന്നെ. അത് കേന്ദ്രത്തേക്കുള്ള തിരഞ്ഞെടുപ്പും പിന്നെ അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കൊഴുപ്പും എല്ലാം നിന്നതുകൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ വിജയ്ക്ക് ഇതിനേക്കാൾ വിജയം നേടാൻ, അണ്ണാമലയ്ക്ക് ഇതിനേക്കാൾ വിജയം നേടാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തുടക്കം കുറിച്ചത് BJP, കൊയ്തത് വിജയ്. ശരിക്കും പറഞ്ഞാൽ രജനീകാന്തിനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചത് നരേന്ദ്രമോദിയുടെ ബുദ്ധിയാണ്. നരേന്ദ്രമോദി പ്ലാൻ ചെയ്തത് കറക്റ്റാണ്. ഈ രജനീകാന്ത് ചുമ്മാതെ BJPയുടെ പ്ലാറ്റ്ഫോമിൽ പോയി കൈ കാണിച്ച് മാത്രം നിന്നിരുന്നെങ്കിൽ ഇന്ന് രജനീകാന്ത് ആകുമായിരുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി. നരേന്ദ്രമോദിക്കും അമിത്ഷായും അറിയാവുന്നത് കൊണ്ടാണ് ആ മണ്ണിൻ്റെ ഏറ്റവും വലിയ ദളപതിയെ, ചിന്ന ദളപതിയല്ല പെരിയ ജലപതിയെ ഇറക്കാനായിട്ട് അവർ ബുദ്ധിപൂർവ്വം ശ്രമിച്ചത്. രജനീകാന്ത് ഫ്രണ്ടിൽ നിൽക്കും, അണ്ണാമലയെ തൊട്ട് പുറകിൽ നിൽക്കും. ഈ രണ്ടുപേരും കൂടെ എൻ മണ്ണ് എൻ മക്കൾ വാദത്തിലൂടെ തമിഴ്നാട് പിടിച്ചടക്കിയത്. MGRൻ്റെ സ്പേസ് കവർ ചെയ്യാൻ ഒരാളില്ല എന്ന് മനസ്സിലാക്കിയത് നരേന്ദ്രമോദിയാണ്. പക്ഷേ അത് എൻകാഷ് ചെയ്തത് വിജയും വിജയുടെ പിന്നിലെ കുറേ ശക്തികളുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, വിജയ് ഒറ്റയ്ക്കല്ല. നിങ്ങൾ വിചാരിക്കും വിജയാണ് ഇതെല്ലാം അങ്ങോട്ട് വിതച്ചതെന്ന്. അല്ല, വിജയ്ക്ക് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് വിജയെ ഇപ്പോൾ വിജയിപ്പിച്ചത്. 2005 തന്നെ ഇതിൻ്റെ സൈൻ പുറത്തു വന്നു എന്നുള്ളതാണ് ഞാൻ പറയുക. വിജയുടെ അമ്മ പാടിയൊരു പാട്ടുണ്ട് ശിവകാശി എന്ന് പറഞ്ഞ സിനിമയിൽ, പാവങ്ങൾ നനച്ചാൽ നീതാൻ മുഖ്യമന്ത്രി, പാവങ്ങൾ വിചാരിച്ചാൽ നീയാവും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പാട്ട്. എക്സാക്റ്റ് ഈ വേർഡുകളല്ല, പക്ഷേ ഈ ആശയം വരുന്ന ഒരു പാട്ട് പാടി ശിവകാശി എന്ന സിനിമയിൽ. അത് ഹിറ്റാക്കി. അതിനും വളരെ മുമ്പേ അവർ തുടങ്ങിയിരുന്നു. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖരൻ്റെയും ശോഭ ചന്ദ്രശേഖരൻ്റെയും ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ എങ്ങനെ മോൾഡപ്പ് ചെയ്യണമെന്ന് പഠിച്ചവരാണവർ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് വിജയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ടാപ്പ് ദം യങ് എന്ന് ചൈനീസ് ഭാഷയിൽ പറയും. കുട്ടിക്കാലത്ത് നിങ്ങൾ എന്ത് ഇൻസ്പിറേഷൻ കൊടുക്കുന്നു അതായിരിക്കും കുട്ടി. കുട്ടിക്കാലത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പട്ടിണി കിടന്നും അല്ലാതെയും ഒക്കെ. അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊന്നും അല്ല. അന്നത്തെ കാലത്ത് ചന്ദ്രശേഖർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൽ ചന്ദ്രശേഖർ ആഗ്രഹിച്ചതാണ് എൻ്റെ മകൻ ഒരു സൂപ്പർ സ്റ്റാർ ആവണം. MGR പോലെ രജനീകാന്ത് പോലെ ഒരു സൂപ്പർ സ്റ്റാറായി എൻ്റെ മകൻ വളരണം. അതിനവനെ ഇങ്ങനെ കൊച്ചിലെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഷൂട്ടിംഗ് സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ച് പഠിപ്പിച്ച് എങ്ങനെയാണ് ഒരു സ്റ്റാറിൻ്റെ ഒരു പദവി, അതെങ്ങനെ എത്തണം എന്നുള്ളത് അവനിൽ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ ചിന്ന ദളപതിയായി. ഇപ്പം ദളപതിയായി.
ദളപതി രജനീകാന്താണ്. പക്ഷേ രജനീകാന്തിനേക്കാൾ വലിയ ദളപതിയായിട്ട് ഇന്ന് വിജയ് മാറി. ആ മോൾഡിങ്, അതേ മോൾഡിങ് തന്നെയാണ് പാവങ്ങൾ നനച്ചാൽ നീതാൻ മുഖ്യമന്ത്രി എന്ന് പാട്ടുപാടി അവനെ പഠിപ്പിച്ചത്. അത് 2005 സിനിമയിലല്ല തുടക്കം, അതുക്കും മുമ്പേ അമ്മയും അച്ഛനും ഊതിക്കൊടുത്തതാണ് നിനക്ക് തമിഴ്നാട് മുഴുവൻ പിടിച്ചടക്കാൻ കഴിയും, നീ MGR ആകും, നീ രജനീകാന്ത് ആകും എന്നവനെ പഠിപ്പിച്ചു. അവസാനം പറഞ്ഞു, എടാ MGRും രജനീകാന്തും ആകാമെങ്കിൽ നിനക്ക് MGRനെ പോലെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുമാകാം. ഇത് വിജയിൽ മന്ത്രം ഓതിക്കൊടുത്തു. ഈ മന്ത്രങ്ങൾ മനസ്സിലിട്ട് ഉരുവിടുന്ന ശൈലി കൊച്ചിലേ മുതലേ വിജയെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിജയെ മോൾഡ് ചെയ്തത്. ഊർജം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടിക്കാലത്ത് എന്താണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് പറഞ്ഞിട്ടില്ലേ, ഒരു കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തരൂ, ഞാൻ അവനെ യേശുക്രിസ്തുവുമാക്കാം, ജൂദാസുമാക്കാം. നമ്മൾ എന്താണോ അവനിൽ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരുന്നത് അതായിത്തീരും അവൻ. ഡിറ്റോ അണ്ണാമലയെ കോപ്പിയടിച്ചാണ് വിജയ് വന്നത്, രജനീകാന്തിനെ കോപ്പിയടിച്ചാണ് വിജയ് വന്നത്, MGRനെ പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് വിജയ് കസേരയിലെത്തിയത് എന്നാണ്. വിജയകാന്താണ് ഇതിൻ്റെ തുടക്കക്കാരൻ. അതായത് സ്റ്റാർഡമിനോടൊപ്പം ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് ഒരു സേവകനായി മാറിക്കൊണ്ട് ജനഹൃദയത്തിൽ വരാൻ ശ്രമിച്ചത് വിജയകാന്താണ്. അത് വിജയകാന്തിൽ നിന്ന് കോപ്പിയടിച്ചാണ്. അതായത് ഞാൻ പറഞ്ഞത്, ഇത് കോപ്പിയടിക്കുന്നതൊന്നും കുഴപ്പമല്ല. നമ്മൾ പലരിൽ നിന്ന് പലത് പഠിച്ച് അതെല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ അവരെക്കാൾ വലിയ ആളാകുന്നു എന്നുള്ളതാണ് വിജയുടെ ഒരു തന്ത്രം. അത് വിജയ് മാത്രം ചെയ്തതല്ല, ചന്ദ്രശേഖറുണ്ട്, ശോഭയുണ്ട്, അതിന് പുറമെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വേറെ ഒത്തിരി പേരുമുണ്ട്. ഇത് ഒരു ഫാൻസ് അസോസിയേഷൻ കൊണ്ട്, കമലഹാസന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കമലഹാസന് പറ്റിയില്ല. വിജയകാന്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, വിജയകാന്തിന് പറ്റിയില്ല. പക്ഷേ എന്തുകൊണ്ട് വിജയ്ക്ക് പറ്റി? ഫാൻസ് അസോസിയേഷൻ മാത്രമല്ല, ഫാൻസ് അസോസിയേഷന് ഹായ് പറയാനേ അറിയാവൂ. ഇലക്ഷനിലെ തന്ത്രങ്ങൾ മെനയാൻ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ആ നെറ്റ്വർക്ക് അദൃശ്യമായിരുന്നു. അത് തിരുച്ചിറപ്പള്ളിയിൽ പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മുരുകൻ്റെ കോവിലിൽ പോകണമെന്നും കൂടെ പഠിപ്പിച്ചു. അത് ചുമ്മാതുണ്ടാവില്ല, ആരെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരു നല്ല സ്ക്രിപ്റ്റ് അതിനു മുമ്പ് തയ്യാറാക്കിയിരുന്നു. ആ സ്ക്രിപ്റ്റിൻ്റെ അവസാനത്തെ ഭാഗമാണ് നിങ്ങൾ കണ്ട സ്ത്രീകളുടെ സെക്യൂരിറ്റിക്കായിട്ട് ഒപ്പുവയ്ക്കുന്നത്. അണ്ണാമലയുടെ തിയറിയാണത്. സ്ത്രീകൾക്ക് സുരക്ഷിതമുണ്ടാകുന്ന ഒരു തമിഴ്നാടിനായി ഞാൻ പ്രവർത്തിക്കും. ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ചാട്ടവാർ ഇട്ടടിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇതാണ് അണ്ണാമല കൊണ്ടുവന്നത്. ഇത് ഭംഗിയായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ പലർക്കും കഴിഞ്ഞു. പക്ഷേ അണ്ണാമലയെ കോപ്പി ചെയ്യാൻ പോയിട്ട് അണ്ണാമലയെ പ്രശംസിക്കാൻ പോലും തമിഴ്നാട്ടിൽ ഒരു BJP-കാരനും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അപമാനമാണ് കിട്ടിയത്. അദ്ദേഹത്തിനെ കൊച്ചാക്കലാണ്. ആകെ 2 പേരാണ് സംരക്ഷിച്ചത്. ഒന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രം. അമിത്ഷായ്ക്ക് വേദിയിലിരുന്ന് നമ്മുടെ തമിഴ്നാട് ഗവർണറായിരുന്ന തമിഴിസൈ അടുത്ത് പറയേണ്ടി വന്നു, ദയവായി നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കരുത്, നിങ്ങൾ അണ്ണാമലയ്ക്കൊപ്പം പ്രവർത്തിക്കൂ എന്ന് പറയേണ്ടി വന്നു സ്റ്റേജിൽ വെച്ച്. വിജയുടെ വിജയത്തിന് പിന്നിൽ 4-5 ഘടകങ്ങളുണ്ട്. നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനും അമ്മയും. ഓക്കെ, അവർ കുട്ടിക്കാലത്തെ വളർത്തിയെടുത്ത ആ ഒരു ഇത് മോൾഡ് ചെയ്ത രീതി. പിന്നീട് സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം MGR ആകണം എന്ന ഇത്, MGRനെ പോലെ മുഖ്യമന്ത്രി ആകണം എന്നത്, പാവങ്ങളുടെ രക്ഷകനായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയാകുന്ന ആ ലൈൻ വരെ പഠിപ്പിച്ചു. രണ്ടാമത്തേത് താങ്കൾ പറഞ്ഞ ഒട്ടും തെറ്റല്ല, ഫാൻസ് അസോസിയേഷൻ. പക്ഷേ ഫാൻസ് അസോസിയേഷന് വോട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. ഫാൻസ് അസോസിയേഷനുകൾ ജെൻസികളുടെ ഒരു പ്രതിരൂപമായി അവിടെ അവതരിച്ചു. അപ്പോൾ അങ്ങനെ മാത്രം കൊണ്ടും കാര്യമില്ല. ജെൻസികൾ ഇങ്ങനെ എല്ലായിടത്തും വരും, ജെൻസികൾ പലയിടത്ത് പലത് ചിന്തിക്കും, പക്ഷേ അതൊന്നും വോട്ടായി മാറില്ല. അതിനാണ് അണ്ണാമലയുടെ പാത പിന്തുടർന്നത്. പക്ഷേ റീസെൻ്റായിട്ടാണ് വിജയ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഓരോ ജില്ലയിലും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുക. കറക്റ്റ്. അണ്ണാമല ചെറിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ഗ്രാമങ്ങളിൽ പദയാത്ര നടത്തി കാല് തേഞ്ഞതിന് പകരം നമ്മുടെ വിജയ് AC കോച്ചിൽ പോയി അതിൻ്റെ മുകളിൽ കയറി നിന്ന് കൈ കാണിച്ചാൽ മാത്രം മതി. കാരണം അത്ര വലിയ ആരാധന അദ്ദേഹത്തിനെക്കുറിച്ച് റിയൽ സിംഹത്തിനേക്കാൾ റീൽ സിംഹത്തിനുണ്ട് എന്നുള്ളത് വിജയുടെ പിന്നിൽ നിന്നവർക്ക് മനസ്സിലായി. അവരപ്പോൾ പറഞ്ഞു, പൊക്കോ, തമിഴ്നാട്ടിലെ എല്ലാ ജില്ലയിലും പോവുക, അവിടെ വലിയ ആൾക്കൂട്ടം ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാവരും പേടിപ്പിക്കുക. BJP പേടിപ്പിക്കണം, DMK പേടിപ്പിക്കണം, സ്റ്റാലിനെ വറപ്പിക്കണം. അപ്പോൾ സ്റ്റാലിൻ പിണറായി വിജയനേക്കാൾ തന്ത്രശാലിയാണ് എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ ദേഷ്യപ്പെടും,
ചാടും എല്ലാം ഉണ്ട്. പക്ഷേ സ്റ്റാലിൻ പതുങ്ങിയിരിക്കും. സ്റ്റാലിൻ എപ്പോഴെങ്കിലും ആക്രമിക്കുന്നെങ്കിൽ അത് കടുത്ത എതിരാളിയെ മാത്രമായിരിക്കും. അപ്പോൾ എതിരാളിയെ എങ്ങനെ വലയിലാക്കണമെന്ന് സ്റ്റാലിൻ നല്ലപോലെ അറിയാം. അതാണ് കരൂർ സംഭവം. അത് സൃഷ്ടിച്ച അബദ്ധമാണ്. ഇറ്റ്സ് എ പ്ലാൻഡ് ട്രാപ്പ്. DMK അത് പൂർണ്ണമായിട്ടും അത് മുഴുവൻ DMKയുടെ ആൾക്കാരാണ്. സെന്തിൽ ബാലാജിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. സെന്തിൽ ബാലാജി തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹവും ടീമും കൂടെ ഈ ക്രൗഡിനെ ഈ വിധത്തിൽ ആക്കി തീർക്കുക, പവർ കട്ട് ഉണ്ടാക്കുക, ആ ക്രൗഡ് മാനേജ്മെൻറ്റ് അബദ്ധത്തിലാകുമെന്ന് അറിഞ്ഞിട്ടും പോലീസിനെ ആക്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ അവിടെ ഒരു കുറച്ച് മരണങ്ങൾ നടക്കണം എന്ന് പ്ലാൻ ചെയ്തതാണ്. അത് ഭംഗിയായി നടന്നു. അത് വിജയ്ക്ക് വലിയൊരു അടിയായി. പക്ഷേ എന്നിട്ടും കൂടെയുള്ളവർ വിട്ടില്ല. ഇതിന് പകരം ചെറിയ ചെറിയ ക്രൗഡിലേക്ക് പോകുക. ഓരോ ആണ് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഒരു എലിമെൻ്റ് കൊണ്ടുവന്നത്. അണ്ണാദുരൈ, പെരിയാർ പഠിപ്പിച്ച ഒരു ദ്രാവിഡ അടക്കം മെയിൻ എന്ന് പറയുന്നത് അച്ചടക്കം, ആത്മാർത്ഥത, അതുപോലെ തന്നെ നമ്മുടെ കടമ നിർവഹിക്കുക. അതെ, ഇത് മൂന്നിൽ നിന്നും പിന്മാറുന്നവൻ തമിഴനല്ല, ദ്രവീഡിയനല്ല എന്ന് പഠിപ്പിച്ചത് അണ്ണാദുരയാണ്. ആ സംസ്കാരത്തിൽ ഊന്നി നിന്നാണ് വിജയ് ആ പ്രശ്നം നടത്തിയത്. അതും വിജയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഒരാൾക്ക് ഇങ്ങനെ സൂപ്പർ സ്റ്റാറായി നടക്കുന്ന ആൾക്ക് 24 മണിക്കൂർ ബിസിയായി നടക്കുന്ന ഒരാളിന് അങ്ങനെയൊന്നും പെട്ടെന്ന് ചിന്തിച്ച് കുറേയൊക്കെ എടുക്കാം, എല്ലാം എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ ആളുണ്ട്. ഇപ്പോൾ ഇവിടെ വിജയിച്ച നമ്മുടെ ശിവകാശിയിൽ നിന്ന് വിജയിച്ച S. കീർത്തന വിജയുടെ ഒരു വലിയ ആളായിരുന്നു. അതായത് മമതാ ബാനർജിക്കും പിന്നെ ചന്ദ്രബാബു നായിഡുവിനും ഈവൻ സ്റ്റാലിന് വരെ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത ആളാണ് കീർത്തന. ശിവകാശിയിൽ നിന്ന് ഇപ്പോൾ ജയിച്ചു 29 വയസ്സുള്ള കീർത്തന മന്ത്രിയായി. അതുപോലെ തന്നെ പലരെയും അവർ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് വളരെ കെയർഫുള്ളായിട്ടാണ്. സ്വന്തം ഡ്രൈവറുടെ മകനെ MLA ആക്കി, സ്ഥാനാർത്ഥിയാക്കി, MLA ആക്കി. ഏറ്റവും പ്രായം കൂടിയ കറുപ്പയെ പോലുള്ളവരെയും അവിടെ കൊണ്ടുവന്നു. അദ്ദേഹമാണ് പ്രോട്ടൈം സ്പീക്കറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും പാവപ്പെട്ടവനും സാധാരണക്കാരനുമാണ് എൻ്റെ കൂടെ എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞത് കെജ്രിവാളിൻ്റെ തന്ത്രമാണ്. കെജ്രിവാളാണ് ഈ തന്ത്രം എടുത്തത്. സ്വീപ്പറെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുക, മൊബൈൽ റിപ്പയറിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുക, ഓട്ടോറിക്ഷക്കാരനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുക. ഇതൊക്കെ പിന്നെ നമ്മുടെ പഞ്ചാബിൽ അദ്ദേഹം പയറ്റിയ തന്ത്രമാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ഡൽഹിയിലും അദ്ദേഹം പയറ്റിയിട്ടുണ്ട്. ഈ തന്ത്രങ്ങൾ പലരിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ട്. ഈ കടം കൊണ്ടതിൽ ഏറ്റവും വലുത് MGRൻ്റേതാണ്. താങ്കൾ പറഞ്ഞ പോലെ MGR 68കളിൽ പിന്നെ ട്രഷറായി DMKയിൽ വന്നപ്പം മുതൽ അദ്ദേഹം തൻ്റെ സിനിമകൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രത്യേക മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമ. അതെ, സാധാരണക്കാരൻ്റെ രക്ഷകനായി വരുന്ന നായകൻ, ഇത് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നു. പാട്ടിൽ അദ്ദേഹം അത് കറക്റ്റായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഡയലോഗിൽ പോലും ഇത് കയറ്റണമെന്ന് പല തിരക്കഥാകൃത്തുകളും പറഞ്ഞു. ഞാൻ ജനരക്ഷകനായിട്ട് വരുന്നതായിരിക്കണം ഡയലോഗുകൾ എന്ന് അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു. അതെല്ലാം കുറിക്ക് കൊണ്ടു. ഏതാണ്ട് ഒരു 5 വർഷം ആ ലൈനിൽ അദ്ദേഹം മോൾഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ADMK എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. DMK പൊളിച്ചുകൊണ്ട് ADMK ഉണ്ടാക്കാൻ കാരണം അതാണ്. അന്നും അദ്ദേഹം ഈ ബേസുകളെല്ലാം നിലനിർത്തുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത് MGRൽ നിന്ന് വിജയ് കോപ്പി അടിച്ചതാണ്, അല്ലെങ്കിൽ വിജയുടെ കൂടെ നിൽക്കുന്നവർ കോപ്പി അടിച്ചതാണ്. 2009 മുതൽ ജനനായകൻ വരെയുള്ള സിനിമകൾ അത്തരത്തിലാക്കി മാറ്റുന്നതിൽ വിജയിച്ചത്. ഇങ്ങനെ പലരുടെ സ്റ്റെപ്പുകളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോസ് ആരോഗ്യസ്വാമി എന്ന ബൈബിൾ പ്രചാരകനാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ആരും കേരളത്തിലോ ഇന്ത്യൻ മീഡിയയിലോ ഒന്നും അധികം പറഞ്ഞിട്ടില്ല. അവരുടെ സപ്പോർട്ട്, അവരുടെ സാമ്പത്തികമടക്കം. വിജയ് പറയുന്നില്ലേ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു പൈസ എടുത്തിട്ടില്ലെന്ന്. വിജയുടെ പണം മാത്രമല്ല, വിജയ്ക്ക് 1000 കോടി ഉണ്ടെങ്കിൽ 1000 കോടി തീരാൻ ഒരൊറ്റ ഇലക്ഷൻ മതി. അതൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറം പണം അവിടെ വന്നിട്ടുണ്ട്. FCRA എന്തുകൊണ്ട് ഈ കുരുത്തം കെട്ട നേരത്ത് കൊണ്ടുവന്നു ഇവിടെ ചോദിച്ചില്ലേ? അതിൽ കാരണമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അറിയാം എങ്ങനെയാണ് ഈ പണങ്ങൾ വരുന്നതെന്ന്. കാരണം 2020 നരേന്ദ്രമോദി ഒരു നിയമം കൊണ്ടുവരുന്നു. FCRA ഫണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ജഡ്ജിമാർക്കോ കൺവേർട്ട് ചെയ്താൽ SBI അത് RBIയോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിനെയോ അറിയിക്കണം എന്നുള്ളത്. അത്
കറക്റ്റായിട്ട് മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് FCRയെ ചാടിക്കയറി കൊണ്ടുവരാൻ കാര്യം. പക്ഷേ അത് കേരളത്തിൽ പ്രശ്നമായി. അപ്പോൾ പിന്നെ അത് പിൻവലിക്കേണ്ടതായിട്ടും വന്നു. ഇങ്ങനെ പല കാരണങ്ങൾ പലതിനുണ്ട്. അതിൻ്റെ എല്ലാം ആകത്തുകയായിട്ട് വിജയ്ക്ക് ഗുണകരമായി ഭവിച്ചു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ ലോബി അതിൻ്റെ പിന്നിൽ വർക്ക് പ്രൊട്ടസ്റ്റൻറ്റുകളുടെ ഒരു സംഘം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിജയ് പ്രൊട്ടസ്റ്റൻ്റാണ്. വിജയോടൊപ്പം ആ ഒരു ടീമുണ്ടായിരുന്നു. ഈ ജോസ് ആരോഗ്യസ്വാമി അതിൻ്റെ ആളാണ്. അദ്ദേഹമാണ് ഈ ആളിനെ ഈ വിധത്തിൽ മോൾഡ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഓക്കെ. സാമ്പത്തികവും അവർ പലയിടത്തും മുടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യമായ പരസ്യം. ഇതാണ് വിജയ്ക്ക് ബാക്കിൽ നിന്ന് കൊടുത്ത സപ്പോർട്ട്. ഞാനിത് തുടക്കം മുതലേ പറയുന്നതാണ്. ഞാൻ ഇന്ന ആളെന്ന് പറയാത്തത് നമുക്കത് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ വരാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ജോസ് ആരോഗ്യസ്വാമിയുടെ സപ്പോർട്ടും അതിൻ്റെ പിന്നിലുള്ള പിന്തുണയും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ആ പിന്തുണയിൽ പക്ഷേ വിജയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്രിസ്ത്യൻ മുന്നേറ്റമാക്കി വന്നാൽ BJP ഇത് കൊയ്യും. പിന്നോക്കക്കാരുടെ പ്രശ്നം പിന്നെ ന്യൂനപക്ഷങ്ങളുടേതായിട്ടോ ക്രിസ്ത്യൻ ഒരു ഫോഴ്സായിട്ടോ ഇതിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇത് നാളെ തകർക്കാൻ BJPക്ക് അറിയാം. അതുകൊണ്ടാണ് മുരുകൻ കോലി പോണം, മുരുകനെ തൊഴണം, എല്ലാവരുടെയും രക്ഷകനാണ് ഞാനെന്ന് പറയണം, അതേ പറയാവൂ, അതേ വരുത്താവൂ എന്ന് വ്യക്തമായി അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അനുസരിച്ചിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആദ്യമായി വന്ദേ മാതരമാണ് അദ്ദേഹം ചൊല്ലിയത് ഈ പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. വെൽ പ്ലാൻഡാണ്. ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ന്യൂനപക്ഷങ്ങളടക്കമുള്ളവർ വന്ദേ മാതരത്തിനെ പുച്ഛിക്കുമ്പോൾ വിജയോട് വന്ദേ മാതരം ചൊല്ലാൻ പറഞ്ഞു. ദേശീയത BJPയേക്കാൾ കൂടുതൽ ഞങ്ങൾക്കാണ് എന്ന് വരുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമത്തേത് ജനഗണമാണ്. മൂന്നാമത്തേതാണ് തമിഴരുടെ ദിവ്യഗാനം. അത് ആലപിച്ചുകൊണ്ട് അങ്ങനെ 3, അതായത് ദേശീയത ഉയർത്തുന്ന വന്ദേ മാതരം, നമ്മുടെ ഒഫീഷ്യൽ പിന്നെ ഗാനമായ ദേശീയ ഗാനം, അത് കഴിഞ്ഞിട്ട് ജനഗണമന, അത് കഴിഞ്ഞിട്ട് തമിഴ് ജനതയുടെ ആവേശമായ ആ തമിഴ് ഗീതം. ഇത് 3ഉം പാടിയതിന് ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. എല്ലാം വെൽ പ്ലാൻഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പലതിൽ നിന്നെടുത്ത സാധനങ്ങൾ. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള ലിങ്കുകൾ ഉണ്ട് എന്നുള്ളത് എന്തായാലും സോഴ്സ്, മോണിറ്ററി സോഴ്സും ബ്രെയിനും അത്തരത്തിലുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അറിയാം. അതുകൊണ്ടാണ് അവർ വളരെ സൂക്ഷിച്ച് ഇത്തരം കാര്യങ്ങളിൽ നീങ്ങുന്നത്. FCRയെ ചാടിക്കയറി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത്. BJP ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അണ്ണാമലൈ നിർണായക നിമിഷത്തിൽ, അതായത് വിജയ് നേടിയതിൻ്റെ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ണാമലയെ നിർത്തി BJP മത്സരിച്ചിരുന്നെങ്കിൽ BJPക്ക് കൂടുതൽ സീറ്റുകളും ഒക്കെ കിട്ടുന്ന കക്ഷികളുമായി മാത്രം കൂട്ടുകൂടിക്കൊണ്ട്, ഇപ്പം പളനിസ്വാമിയൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ കക്ഷികൾ BJPക്ക് മേൽക്കൈ കിട്ടുന്ന കുറേ കക്ഷികളെയും ഒക്കെ ചേർത്തുകൊണ്ട് മത്സരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നത്തെ പ്രതിപക്ഷം എങ്കിലും കുറഞ്ഞ പക്ഷം BJP ആയേനെ. നമ്പർ 1 പ്രതിപക്ഷം, 2ാം സ്ഥാനത്ത് BJP വരുമായിരുന്നു. പക്ഷേ അണ്ണാമലൈ, ഇത് തെക്കൻ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ കുഴപ്പമാണ്. BJPയുടെ ഏതെങ്കിലും ഒരു സ്റ്റാർ നേതാവ് വളർന്നു വന്നാൽ അയാളുടെ കയ്യും കാലും വെട്ടുക. ഒന്ന് മീഡിയ ചെയ്യും, രണ്ടാമത്തേത് പാർട്ടിക്കകത്തും ചെയ്യും. അണ്ണാമലയെ വെട്ടിക്കയറുന്നതിന് പാർട്ടിക്കകത്ത് ഒരു വലിയ സംഘം പ്രവർത്തിച്ചു. ഇത് അമിത്ഷാ ഒരുപാട് പാടുപെട്ടാണ് ഒരു വിധത്തിൽ ഇതിനെ തടുത്തത്. അദ്ദേഹം ക്ലിയറായിട്ടത് ഉഴുതുമറിച്ചതാണ്. അതായത് സാധാരണക്കാരനോട് ഒരു ആൾട്ടർനേറ്റീവ് വേണമെന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു. ആ ആൾട്ടർനേറ്റീവ് വേണമെന്ന് പറഞ്ഞത് ജെൻസികളിൽ ആവേശമുണ്ടാക്കി. അത് പക്ഷേ വിജയ്ക്ക് അടിച്ചെടുക്കാനായിട്ട്, ജെൻസിയും ലേഡീസുമാണ് ഇദ്ദേഹത്തിനെ വിജയിപ്പിച്ചത്, വിജയെ. അതേ കാര്യമാണ് അണ്ണാമലൈ ഫോക്കസ് ചെയ്ത്. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ പറഞ്ഞുകൊണ്ട് അണ്ണാമലൈ നിന്നത് എന്തിനാണ്? സ്ത്രീകളുടെയും ജെൻസികളോട് മാറ്റം പറഞ്ഞു. നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകണം, തമിഴ്നാട് ഇങ്ങനെ പോയ അഴിമതിയുള്ള സർക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഈ അഴിമതി ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തത് ഈ 168 ദിവസത്തെ യാത്രയിൽ അണ്ണാമലയാണ്. അതും വിജയ്ക്ക് ഗുണമായി. വിജയ് അതേ സാധനമാണ് എടുത്തിട്ട് ശാലിനെതിരെ അലക്കിക്കൊണ്ടിരുന്നത്. ഈ സർക്കാർ ജനദ്രോഹ സർക്കാരാണെന്ന് പറഞ്ഞ് വരാൻ വിജയ്ക്ക് മുദ്രാവാക്യം കൊടുത്തത് അണ്ണാമലയാണ്. ദ്രാവിഡ മുഖമുള്ള, എന്നാൽ ദ്രാവിഡ മുഖത്തേക്കാൾ ദേശീയ മുഖമുള്ള ഒരു വിജയ് അവിടെ നിൽക്കുമ്പം മറ്റ് ദ്രാവിഡ പാർട്ടികൾ അസാധുവാകും. ഇപ്പോൾ ഇവിടെ സ്റ്റാലിൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി ഉദയനിധി സ്റ്റാലിനാണ്, അതിനുള്ള കപ്പാസിറ്റി പുള്ളിക്കില്ല.
പളനിസ്വാമിക്ക് ഒട്ടുമില്ല. BJP ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും സീറ്റ് പിടിച്ചത്. അതെല്ലാം BJP മനസ്സിലാക്കി. BJP ഇനി വിജയുടെ കൂടെ ചേരാത്ത ചെറുകക്ഷികളെ കൂട്ടി അണ്ണാമലയെ മുൻനിർത്തി BJP കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് ദേശീയതയും പ്രാദേശികതയും അവിടെ നടക്കുന്ന സാമുദായിക ധ്രുവീകരണങ്ങളുടെ കളികളും തമിഴ്നാടിന് ബോധ്യമായി കൊടുത്താൽ ഏതാണ്ട് 70% വരുന്ന തമിഴർ ഹിന്ദുക്കൾ, 70 അല്ല അതിൽ കൂടുതലുണ്ട്, ആ തമിഴ് ഹിന്ദുക്കൾക്ക് വലിയൊരു മാറ്റം വരും. 70 എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഈ പിന്നെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, അവർ കൂടുതലുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് സെൻസസ് നടത്തിയാൽ പോലും ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും മെജോറിറ്റി ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് തമിഴ്നാട്ടിൽ. അവർക്ക് അവരുടെ അസ്തിത്വം വേറൊന്നാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനുള്ള ഒരു അവസരവും കൂടെ വിജയ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ ഡീപ്പായിട്ടുള്ള ആ മെസ്സേജ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഒരു വലിയ ജോലിയാണ്. വിജയ്ക്ക് ഒരു കരൂറല്ല 100 കരൂറുകൾ ഈ ഭരണം കൊണ്ടുപോകുമ്പോൾ മുന്നോട്ട് വരും. അതിന് അവസരം പാത്താണ് DMKയും സ്റ്റാലിനും ഒക്കെ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും തനിക്ക് പിൻവലിക്കാൻ പറ്റുന്ന ചിലരെ കൂടെ വിജയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ സ്റ്റാലിൻ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ നിർണായക സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഈ ഭരണം പോകുന്നത്, ഇത് ജനങ്ങൾക്ക് ഗുണകരമല്ല, ഇയാൾ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പിൻവലിക്കാനുള്ള ഒരു ശ്രമം നടക്കാം. കരുണാനിധി പണ്ട് MGRനോട് നടത്തിയതുപോലുള്ള കളികൾ. പക്ഷേ അവിടെയും വിജയ്ക്ക് ഒരു ഫോർമുല കിടപ്പുണ്ട്. അത് കെജ്രിവാൾ ഫോർമുലയാണ്. പിൻവലിക്കാൻ, തന്നെ പാലം വലിക്കാൻ ശ്രമിച്ചാൽ ഗവർണർക്ക് കത്ത് കൊടുക്കുക, ഞാൻ ഈ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അതിൽ ഗവർണർക്ക് അത് സ്വീകരിക്കണമെന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് ഒരു സീറ്റ് മാത്രം MLA ഉള്ളത് കൂട്ടാമെന്നുള്ള വിശ്വാസത്തിൽ കേന്ദ്രവും ചിലപ്പോൾ പിന്തുണച്ചേക്കും. അങ്ങനെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. വിജയ് തമ്പിങ് മെജോറിറ്റിയോട് വരുമ്പോൾ പ്രതിപക്ഷമായിട്ട് തങ്ങൾക്ക് വരാനുള്ള തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് BJPക്ക് അവിടെ മെനയാനുള്ളൊരു അവസരവും കൂടെ കിട്ടും. ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ തിരുത്താനുള്ളൊരു അവസരവും കൂടെ BJPക്ക് അവിടെ കിട്ടും. BJP ഭരണപക്ഷമായില്ലെങ്കിലും ഒരു മുഖ്യ പ്രതിപക്ഷമായി വരാനുള്ള ഗ്രൗണ്ട് അവിടെ ഒപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ നടത്താൻ കഴിയും. അത് അങ്ങനെ വന്നാൽ DMKയുടെയും ADMKയുടെയും അസ്തമയമായിരിക്കും. വേറെ ഒരു ദ്രാവിഡ ദേശീയ മിക്സ് ആയിട്ടുള്ള, അതായത് MGRൻ്റെ ഐഡിയ അതായിരുന്നു. MGR എപ്പോഴും ദ്രാവിഡത്തിൽ ശകലം തൊട്ടിട്ട് ദേശീയതയിലേക്ക് പോകുമായിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധിയുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അദ്ദേഹം MGR ചെയ്തു. ആ പോളിസിയാണിപ്പം വിജയ് എടുക്കാൻ പോകുന്നത്. കാരണം ജെൻസികൾക്ക് അതാണ് ഇഷ്ടം. ദേശീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്നത് ജെൻസികൾക്ക് ഇഷ്ടമല്ല. ആ ഒരു കൾച്ചർ അണ്ണാമലൈ പ്രത്യേകമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദേശീയതയിൽ ഊന്നിക്കൊണ്ട് വന്ദേ ഭാരതത്തിൽ നിന്നുകൊണ്ട് തമിഴ് ഇക്കിളിപ്പെടുത്തുന്ന പ്രാദേശികതയും കൂടെ, പ്രാദേശിക ഗാനവും കൂടെ പാടിക്കൊണ്ടായിരിക്കും വിജയ് ഇനി മുന്നോട്ട് പോവുക. വിജയ്ക്ക് എന്ന് തന്ത്രം ആരെങ്കിലും പിഴപ്പിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അന്ന് വിജയ് കെജ്രിവാളായി പിരിച്ചുവിട്ടിട്ട് 200 സീറ്റിൽ തിരിച്ചു വരാനുള്ള ഒരു തന്ത്രം പയറ്റും. പുതിയൊരു ഇലക്ഷൻ തമിഴ്നാട്ടിൽ നടത്താൻ അദ്ദേഹം തയ്യാറാണ്.